CPM ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കുകയാണ് എന്ന വിമർശനം സമീപകാലത്ത് ഉയർന്നു. വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടു നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ അതൊരു തരത്തിലുള്ള അകൽച്ച ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരം വിഷയങ്ങളെയൊക്കെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുന്നത്? ഞങ്ങൾ സത്യം പറയും, സത്യസന്ധമായ കാര്യങ്ങൾ, ഞങ്ങളുടെ പോളിസി, ഞങ്ങളുടെ നയം പറയും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വൈകാരിക തലം സൃഷ്ടിച്ച് മതപരമായി വികാരം കൊള്ളിച്ച് യാഥാർത്ഥ്യത്തെ കാണാതിരിക്കുകയാണ്. ജനങ്ങൾ വലിയൊരളവിൽ വികാരത്തിൽ അടിപ്പെടുന്ന ആളുകളാണല്ലോ. തന്ത്രിയുടെ വിഷയം, തന്ത്രി SIT അറസ്റ്റ് ചെയ്തു, കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു. വിചാരണ കഴിയുമ്പോഴേ കുറ്റവിമുക്തനാണോ അല്ലയോ എന്ന് നമുക്ക് പറയാൻ കഴിയൂ. അതുകൊണ്ട് ഇപ്പോൾ ഒരു ജഡ്ജ്മെന്റിലെത്താൻ കഴിയില്ല. പക്ഷേ അക്കാര്യത്തിലൊരു പക്ഷം പിടിക്കണോ? തന്ത്രി പെരുങ്കള്ളന്മാരുടെ പട്ടികയിലാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞ ദിവസം. അങ്ങനത്തെ കമന്റിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ഈ പറയുന്ന വികാരം കൊള്ളുന്ന ആളുകൾക്ക് വടി കൊടുക്കലാവില്ലേ? അതായത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ ശ്രമിച്ചത്? എത്രയാൾക്ക് ജാമ്യം കിട്ടി? പക്ഷേ തന്ത്രിയുടെ കാര്യത്തിൽ ഒരു വികാരം ഉണ്ടാക്കാൻ പറ്റുമെന്ന് അവർ നോക്കിയത്. ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുന്ന പലർക്കും സ്വാഭാവിക ജാമ്യം 90 ദിവസം കഴിഞ്ഞപ്പോൾ കുറ്റപത്രം കൊടുക്കാതെയാണ് കിട്ടിയത്. അദ്ദേഹത്തിന് 41ാമത്തെ ദിവസം കിട്ടി. കോടതിയുടെ ജഡ്ജ്മെന്റിൽ തെളിവിന്റെ ഒരു കണിക പോലും ഇല്ലാന്ന പരാമർശം പക്ഷെ തന്ത്രിയുടെ കാര്യത്തിലാണ് വന്നത്. നമുക്ക് നോക്കാം. അന്വേഷണം തുടരുകയാണല്ലോ. ഇതേ മീഡിയയിൽ ഞാൻ ഇന്ന് കണ്ടത് തന്ത്രിയുടെ പേരിൽ SIT വലിയ അന്വേഷണത്തിന് ഒരുക്കുന്നു. എനിക്കറിയില്ല ശരിയാണോ എന്നുള്ളത്. അതുകൊണ്ട് ഇവിടെ തന്ത്രി എന്നുള്ള വ്യത്യാസമില്ല. തന്ത്രി അവിടെ ഈ അയ്യപ്പന്റെ സ്വത്തുവകകളെല്ലാം നേരിട്ട് കാണുന്ന മനുഷ്യനാണ്. കാണുന്നല്ലേ ഉള്ളൂ. ദേവസ്വം ബോർഡും ഇതെല്ലാം കണ്ട് സംരക്ഷിക്കേണ്ട വിഭാഗം തന്നെയാണ്.